നിങ്ങൾ ഇതുപോലെ കോഴികളെ വളർത്തുന്ന ആളുകളാണോ? എത്ര തീറ്റ കൊടുത്തിട്ടും കോഴി വലുതാകുന്നില്ല, മുട്ടയിടുന്നില്ല, തൂവലെല്ലാം കൊഴിഞ്ഞു പോകുന്നു. ഈ പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു, ഒട്ടും വെയിറ്റ് വയ്ക്കുന്നില്ല, ഉഷാറില്ല, എപ്പോഴും ഉറക്കം തൂങ്ങി അങ്ങനെ നിൽക്കുന്നു. കോഴീനെ വളർത്തുന്ന എല്ലാ ആളുകളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ടപ്പം ഞാൻ പല മരുന്നുകളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സപ്ലിമെൻ്റ് കൊടുത്തതിന് ശേഷമാണ് എൻ്റെ കോഴികളിൽ ഞാൻ മാറ്റം കണ്ടു തുടങ്ങിയത്. എൻ്റെ കോഴികൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് സപ്ലിമെൻറ്റ്സും ഒരുപാട് മെഡിസിൻസും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ കാര്യപ്പെട്ട റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഗ്രോവി പ്ലസ് കൊടുക്കാൻ തുടങ്ങിയത്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സപ്ലിമെൻറ്റ്, ഗ്രോവി പ്ലസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. 95 രൂപയാണ് ഇതിൻ്റെ വില. 500 മില്ലി ഉണ്ടാവുക. ഈ ഒരു ബോട്ടിൽ വാങ്ങിയാൽ നമുക്കൊരു 2-3 മാസത്തോളം കൊടുക്കാനുണ്ടാവും. ഇപ്പം വില കൂടിയതാണ്. ആദ്യം 85 അങ്ങനെ എന്തോ ആയിരുന്നു. കാണാൻ ചെറിയൊരു സപ്ലിമെൻ്റ് ആണെങ്കിലും കോഴികൾക്ക് വേണ്ട പ്രധാനപ്പെട്ട പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. കോഴികളുടെ ഗ്രോത്ത്, അതായത് വളർച്ച നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ മക്കളൊക്കെ ഉണ്ടല്ലോ, ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ഒട്ടും വെയിറ്റ് വെച്ചിട്ടില്ല, ഒട്ടും ഉഷാറില്ല എന്നൊക്കെ. അങ്ങനെയുള്ള മക്കൾക്ക് ഒരു ബോട്ടിലെടുത്തിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് ഇതൊരു തുള്ളി ഉറ്റിച്ചിട്ട് അവർക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ 2 ദിവസം കൂടുന്ന സമയത്ത് അവർക്ക് കൊടുത്താൽ അവർ നന്നായിട്ട് ഉഷാറ് വെക്കുകയും ചെയ്യും. അവരുടെ ആ ഒരു ഗ്രോത്ത് അതിൽ നമുക്ക് നല്ല മാറ്റം കാണാനും സാധിക്കും കേട്ടോ. അതായത് ഈ ഒരു ഗ്രോവി പ്ലസിൻ്റെ വാട്ടർ കുടിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണത്തിനോടൊക്കെ ഒരു രുചി തോന്നും. ആ ഒരു രുചി തോന്നുന്ന സമയത്ത് അവർ കുറച്ചും കൂടി നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കും. അത് അവരുടെ ഹെൽത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും കേട്ടോ. അതുപോലെ മുട്ടയിടൽ വർദ്ധിപ്പിക്കാനും സഹായിക്കും. മുട്ടയിടാത്ത കോഴികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം അവർക്ക് ഗ്രോവി പ്ലസ് കൊടുക്കുക. അപ്പം അവരുടെ മുട്ടയിടൽ നന്നായിട്ട് വർദ്ധിക്കും കേട്ടോ. അതായത് നമ്മളുടെ ഗ്രോവി പ്ലസിൻ്റെ ബോട്ടിലിൽ എഴുതി വെച്ചിട്ടുണ്ട് 100 ബേഡ്സിന്, അതായത് 100 കോഴികൾക്ക് 20 മില്ലി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ക്ലിയർ ഉള്ള വെള്ളമായിരിക്കണം കേട്ടോ. കലങ്ങിയ വെള്ളം അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്ത വെള്ളം ഇതൊന്നും ഉപയോഗിക്കരുത്. ബ്ലീച്ച് ചെയ്ത വെള്ളത്തിൽ ഇതുവരെ ഞാൻ കൊടുത്തു നോക്കിയിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതുമാത്രമല്ല കോഴികളുടെ തൂവലൊക്കെ കൊഴിഞ്ഞു പോകുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ കോഴികൾക്ക് നല്ല എനർജിയും ഉഷാറും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഗ്രോവി പ്ലസിൻ്റെ വാട്ടർ അവർ കുടിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കാൻ സാധിക്കും. കാരണം ഭക്ഷണത്തിനൊക്കെ ഒരു രുചിയുള്ളതായിട്ട് തോന്നും. ഇതിനു മുന്നേ ഞാൻ ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ഗ്രോവി പ്ലസ് തന്നെയാണ് അവർക്ക് കൊടുക്കാറ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രോവി പ്ലസ് കൊടുക്കുന്ന സമയത്ത് ഡെയിലി കൊടുക്കാൻ പാടില്ല. ഏതൊരു സാധനം നമ്മൾ കൊടുക്കുന്ന സമയത്തും അത് ഡെയിലി കൊടുക്കുന്നത് അവർക്ക് ദോഷം ചെയ്യും. ഇതിപ്പം ആഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അധികമായാൽ അമൃതം വിഷമാണ്. അതുകൊണ്ട് ഡെയിലി നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ. ഇതുപോലെയുള്ള അടപ്പുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് കോഴികൾക്ക് വെള്ളം കൊടുക്കാൻ. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ ചോദിച്ചു നോക്കുക കേട്ടോ. അതായത് കോഴിത്തീറ്റൊക്കെ വിൽക്കുന്ന ഷോപ്പ് ഉണ്ടാവുമല്ലോ, അതുപോലെ കോഴിത്തീറ്റയുടെ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പ്, ആ ഒരു ഷോപ്പിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ വില വന്നിട്ട് ഇതിന് 15 രൂപയാണ്. ഇതിൻ്റെ കുറച്ചും കൂടി ഒരു വീതി കൂടിയ ടൈപ്പ് ഉണ്ട്, അതിന് 20 രൂപയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ബോട്ടിൽ ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല. ഈ ഒരു ബോട്ടിൽ നമ്മുടെ 7up, പെപ്സി അതൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു ബോട്ടിലുകൾ കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. എന്നിട്ട് വെള്ളം നിറച്ചതിന് ശേഷം ഈ ഒരു ക്യാപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൂട്ടിൽ കോഴികൾക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് അവർ ഈ ഒരു വെള്ളം ചിന്തിക്കളയില്ല. ഈ ഒരു വെള്ളം ചിന്തി കളയുന്ന സമയത്താണ് പെട്ടെന്ന് അണുക്കളൊക്കെ വരികയും അവർക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതൽ. അങ്ങനെയാണ് നമ്മൾ വലിയ പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കും വെള്ളം. അവർ വെള്ളം കുടിക്കും, ആ വെള്ളത്തിൽ തന്നെ കയറി നിൽക്കുകയും ചെയ്യും. എന്നിട്ട് തിരിച്ച് കൂട്ടിലേക്ക് ഇറങ്ങുമ്പം അവരുടെ കാലിൽ കോഴിക്കാഷ്ടമൊക്കെ പറ്റിയിട്ട് അവർ തിരിച്ച് വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് അത് നാശമാവാനും അങ്ങനെ അവർക്ക് അസുഖങ്ങൾ വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ഇതിപ്പം ഒരു 50 മക്കളുണ്ട് കേട്ടോ. 50 മക്കളുടെ അടുത്തുണ്ട്. ഇവർക്ക് ഞാൻ ഈ ഒരു വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ, ഗ്രോവി പ്ലസിൻ്റെ വെള്ളം. അതായത് ആഴ്ചയിൽ 2 ദിവസമാണ് ഞാൻ ഇവർക്ക് കൊടുക്കാറ്. ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ ആണ് ബുദ്ധിമുട്ട് വരാറ്. ഇവർക്കൊക്കെ നമ്മൾ ചില മക്കൾക്കൊക്കെ എത്ര ഫുഡ് കൊടുത്താലും ഒരു മാസമായാലും അവരിതാ ഈ കാണുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ തീറ്റ കൊടുത്താലും അവർക്ക് കിട്ടേണ്ട സപ്ലിമെൻറ്റ്സും പോഷകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റിൽ കിട്ടിയാൽ അവർക്ക് നന്നായിട്ട് ഗ്രോത്ത് വയ്ക്കും കേട്ടോ. ഇതിപ്പം കുഴപ്പമില്ല. ഞാൻ
ഇവർ ജനിച്ച് ഒരു 5 ദിവസമായപ്പം തൊട്ടാണ് ഞാൻ ഇവർക്ക് ഈ ഒരു ഗ്രോവി പ്ലസ് കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷേ അധികം കൊടുക്കരുത് കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ആഴ്ചയിൽ 2 ദിവസം കൊടുക്കും, അല്ലാത്ത ദിവസങ്ങളിൽ നല്ല വെള്ളം കൊടുക്കും. ഒരു ദിവസം മഞ്ഞളിട്ട് കൊടുക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ ശർക്കര ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ചൂടാണ്, അപ്പോൾ ചൂടുകാലത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോഴികൾക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കുക. കഴിയുന്നതും വലിയ പാത്രത്തിൽ വെച്ച് കൊടുക്കാതെ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അത് മാത്രമല്ല കോഴികളുടെ തൂവലൊക്കെ നന്നായിട്ട് വരും. തൂവൽ കൊഴിയുന്നതിന് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുട്ടത്തോട് പൊടിച്ചിട്ട് അത് ചോറിലോ അല്ലെങ്കിൽ തീറ്റയിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന മുട്ടയുണ്ടല്ലോ, ആ മുട്ടത്തോട് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുത്ത് വെക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ടത്തോട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം എടുത്ത് ഉണക്കി വെക്കാൻ, അല്ലാതെ അങ്ങനെ എടുത്ത് വെക്കരുത്. അതിൽ പൂപ്പലൊക്കെ വന്നാൽ ഇവർക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ച് ഒരു ബോട്ടിലെങ്ങാനും എടുത്ത് വയ്ക്കുക. മിക്സിയിലിട്ട് പൊടിക്കണം കേട്ടോ, നിങ്ങളിങ്ങനെ കൈകൊണ്ടൊന്നും പൊടിക്കരുത്. കൈയോടൊക്കെ പൊടിച്ച് കോഴിക്ക് കൊടുത്താൽ കോഴി ആ ഒരു മുട്ടത്തോട് തിന്ന് അതിന് കോഴിമുട്ട കണ്ടാൽ കൊത്തി തിന്നാനുള്ള ആ ഒരു ടെൻഡൻസി കൂടും. അപ്പം കോഴി അറിയരുത് ഞാൻ ഈ മുട്ടത്തോടിൻ്റെ പൊടിയാണ് കഴിക്കുന്നത് എന്ന് കോഴി അറിയാൻ പാടില്ല. അതിനാണ് നമ്മളിത് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചെടുത്ത പൊടി നമ്മൾ ചോറ് കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ തീറ്റ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതും തൂവൽ കൊഴിയുന്നതിനും ഒരു പരിധി വരെ സഹായിക്കും. അത് മാത്രമല്ല കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടും ഇവർക്ക് തൂവൽ കൊഴിയും കേട്ടോ. അപ്പം ആ ഒരു മുട്ടപ്പൊടി കൊടുത്താൽ കാൽസ്യത്തിൻ്റെ കുറവ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത് മാത്രമല്ല ചില കോഴികൾ മുട്ട കൊത്തി കുടിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതും കാൽസ്യക്കുറവിൻ്റെ പ്രശ്നം തന്നെയാണ്. അവർക്കും നമ്മൾ തീറ്റയിൽ ഇതുപോലെ മുട്ടപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഗ്രോവി പ്ലസ് കൊടുക്കുക. നല്ല മാറ്റം കാണാൻ കഴിയും കേട്ടോ. എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് കോഴിമുട്ട കിട്ടുന്നില്ല എന്നുള്ളത്, അത് ഇതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ നന്നായിട്ട് പുല്ലുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാൻ ഒരുപാട് സപ്ലിമെൻറ്റ്സ് കൊടുത്തേക്കുന്നെങ്കിലും കൂടി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഗ്രോവി പ്ലസ് ആണ്. പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഗ്രോവി പ്ലസ് നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. എനിക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും വന്ന് വീഡിയോയിൽ പറയല്ല കേട്ടോ. ഞാൻ എൻ്റെ അനുഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ 5-6 വർഷത്തിൻ്റെ അടുത്തായിട്ട് സ്ഥിരമായിട്ട് ഗ്രോവി പ്ലസ് തന്നെയാണ് കൊടുക്കാറ്. ഗ്രോവി പ്ലസ് കൊടുത്ത് തുടങ്ങിയതിന് ശേഷം വേറെ ഒരു സപ്ലിമെൻറ്റ്സും ഞാൻ കൊടുക്കാറില്ല. അത് മാത്രമല്ല കോഴീനെയൊക്കെ വളർത്തി വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്, വീട്ടമ്മമാരായാലും അല്ലാത്തവരായാലും ഒക്കെ. അപ്പം അവർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് കോഴികളെ വളർത്തുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ കോഴികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്ത് സപ്ലിമെൻറ്റ്സ് ആണ് കൊടുക്കാറ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കാറ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതാണ് ഗ്രോവി പ്ലസ്. ഇത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അതായത് നമ്മൾ സാധാ മരുന്ന് വാങ്ങുന്ന മെഡിക്കൽ ഷോപ്പല്ല, വെറ്റിനറി മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ഈ ഒരു ഗ്രോവി പ്ലസ് കിട്ടും.